ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗോകു വാസസ് വെജിറ്റ, അതായത് ഗോകുവും വെജിറ്റയും ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കും എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനൊരു ഗോകു ഫാനോ അതുപോലെ വെജിറ്റ ഫാനോ അല്ല. നിങ്ങളെ പോലെ തന്നെ ഡ്രാഗൺ ബോൾ കാണുകയും അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ ഈ ഒരു ഗോകു വാസസ് വെജിറ്റ എന്നൊരു ഫൈറ്റ് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര് ജയിക്കും എന്ന് നമുക്ക് കറക്റ്റായി പറയാൻ സാധിക്കില്ല. ചില സമയം നമുക്ക് ഗോകു ആയിരിക്കും പവർഫുൾ എന്ന് വിചാരിക്കും, എന്നാൽ വെജിറ്റയെ നോക്കുന്ന സമയത്ത് വെജിറ്റയും ചില സമയങ്ങൾ ഗോകുവിനേക്കാൾ പവർഫുൾ ആയിട്ടും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫൈറ്റ് മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ ഗോകുവും വെജിറ്റയും ബേസ് ഫോമിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്ന് നോക്കാം. ബേസ് ഫോം എന്ന് പറയുന്നത് ഗോകുവും വെജിറ്റയും ഒരു ട്രാൻസ്ഫോർമേഷനിലും മാറാതെ കയോക്കിൻ പോലുള്ള ഒരു ടെക്നിക്ക് പോലും യൂസ് ചെയ്യാതെ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ്. ഇനി രണ്ടാമതാണ് ലാസ്റ്റ് സീരീസിലും മൂവീസിലും കാണിച്ചു തന്ന ആ ഒരു ഗോകുവും വെജിറ്റയും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്നത്. ഇത് പറയാനുള്ള കാരണം പല ആൾക്കാർക്കും അങ്ങനെ മാങ്ക അറിയണം എന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇനി മൂന്നാമത്തേതാണ് നമുക്ക് ഡ്രാഗൺ ബോൾ മാങ്കയിൽ കാണിച്ചു തന്ന ഗോകുവും വെജിറ്റയുടെയും പവർഫുൾ ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള അൾട്രാ ഇൻസ്റ്റിക്റ്റ് വാസസ് അൾട്രാ ഈഗോ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫൈറ്റ് നോക്കാൻ പോകുന്നത്. കൂടാതെ നോൺ കാനോൺ ആയിട്ടുള്ള ഒന്നും തന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതായത് നമ്മുടെ ഇൻഫിനിറ്റി ഗോകു, റിപ്പ് ഗോകു, സൂപ്പർ സൈൻ 1000 ഒക്കെ പറഞ്ഞ് ഒരുപാടധികം ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കൂടാതെ നമ്മുടെ ഡ്രാഗൺ ബോൾ GTയിലെയും ഡൈമയിലെയും ഗോകു വാസസ് വെജിറ്റ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് കരുതിയിരുന്നു. എന്നാൽ ഡ്രാഗൺ ബോൾ GTയുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡ്രാഗൺ ബോൾ GTയിൽ രണ്ടുപേരും സൂപ്പർ സൈൻ 4 ഉപയോഗിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സൂപ്പർ സൈൻ 4 ആണ്. അത് നമ്മൾ എന്താണ് സൂപ്പർ സൈൻ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ കറക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഡൈമയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡൈമയുടെ എപ്പിസോഡ് മുഴുവനായും ഇറങ്ങിക്കഴിഞ്ഞില്ല. നിലവിൽ ഡൈമയിലുള്ള ഗോകുവും വെജിറ്റയ്ക്കും സൂപ്പർ സൈൻ 3 വരെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി വേറെ വല്ല ട്രാൻസ്ഫോർമേഷനും ഇവർ യൂസ് ചെയ്യുമോ എന്ന് ഈ ഒരു സീരീസ് കഴിയാതെ നമുക്ക് പറയാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഡ്രാഗൺ ബോൾ GTയിലെയും ഡൈമയിലും ഗോകുവും വെജിറ്റ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഇനി നമുക്ക് ബേസ് ഫോമിലുള്ള ഗോകുവും വെജിറ്റയും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ്പാ ഗോഹാനാണ് ഗോകുവിനെ വളർത്തി വലുതാക്കിയത്. ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ്പാ ഗോഹാൻ പല കാര്യങ്ങളും ഗോകുവിന് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോകുവിന്റെ റിയൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാസ്റ്റർ റോഷിയുടെ കൂടെയാണ്. അങ്ങനെ മാസ്റ്റർ റോഷിയുടെ കൂടെ ട്രെയിനിങ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരുപാട് ടൂർണമെന്റിലൊക്കെ പങ്കെടുത്തു. പിന്നീട് അത് കഴിഞ്ഞ് കിങ്കായിയുടെ കൂടെയും ട്രെയിനിങ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ വിസിന്റെ കൂടെയാണ് ഇപ്പോൾ നിലവിൽ ട്രെയിനിങ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വെജിറ്റയുടെയും അവസ്ഥ. ചെറുപ്പത്തിൽ തന്നെ മറ്റു സയൻസിന്റെ കൂടെ ട്രെയിനിങ് ചെയ്തും ഒരുപാട് പ്ലാനറ്റ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തും അതുകൂടാതെ ഒരുപാട് ആൾക്കാരെ കൊന്നും അതിനുശേഷം എർത്തിലെത്തിയ വെജിറ്റ നമ്മുടെ ബുൾമ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗ്രാവിറ്റി റൂമിൽ നിന്നും ട്രെയിനിങ് ചെയ്തും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിസിന്റെ കൂടെയും ട്രെയിനിങ് ചെയ്യുന്നു. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകുവും വെജിറ്റയും വളർന്നു വന്നതും അവർ ഇത്രയധികം ട്രെയിനിങ് ചെയ്ത് പവർഫുൾ ആയതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇവിടെ ഗോകു ആണ് കുറച്ചധികം ട്രെയിനിങ് ചെയ്തത് അല്ലെങ്കിൽ വെജിറ്റയാണ് കുറച്ചധികം ട്രെയിനിങ് ചെയ്തത് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഏകദേശം രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ഇനി ഇവർ ബേസ് ഫോമിൽ തന്നെ രണ്ടുപേരും ഫൈറ്റ് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഫൈറ്റ് ഡ്രോ ആകാനാണ് ചാൻസ് കൂടുതൽ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തു അവസാനം ഇവരുടെ സ്റ്റാമിന തീർന്നു രണ്ടുപേരും വീഴുന്ന ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. കാരണം ഇവർക്ക് അത്രയധികം പവേഴ്സ് ഉണ്ട്. എന്നാൽ ഒരു ട്രാൻസ്ഫോർമേഷനിലും മാറാതെ ബേസ് ഫോമിലായതുകൊണ്ട് തന്നെ ഇവരുടെ ഫൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം സ്റ്റാമിന തീർന്നു വീഴുകയാണ് ചെയ്യുക. വേണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഗോകു ആദ്യം ചിലപ്പോൾ വീഴുമായിരിക്കാം, അല്ലെങ്കിൽ വെജിറ്റ ആയിരിക്കും. എന്നാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ഒരാൾ ജയിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റിൽ മിക്കവാറും ഡ്രോ ആകാനാണ് ചാൻസ് കൂടുതൽ. ഇനി രണ്ടാമത്തേതാണ് ലാസ്റ്റ് സീരീസിലും മൂവീസിലും കാണിച്ചു തന്ന ആ ഒരു ഗോകുവും വെജിറ്റയും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കും എന്നത്. നമുക്ക് ആനിമേഷനായിട്ട് കാണിച്ചു തന്ന ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മൂവി എന്ന് പറയുന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഹീറോ ആണ്. അതായത് ആ ഒരു ബീസ്റ്റ് ഗോഹാന്റെ മൂവി. എന്നാൽ ഇതിലുള്ള ഗോകുവും വെജിറ്റയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോറോവാർക്കും ഗ്രനോളാർക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബീസ്റ്റ് ഗോഹാന്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ആനിമേഷനായി എടുത്തു നോക്കിയാൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ലാസ്റ്റ് സീരീസ് ആയിട്ട് വന്ന ടൂർണമെന്റ് ഓഫ് പവറും അതുപോലെ തന്നെ ബ്രോലിയുടെ ആ ഒരു മൂവി കഴിഞ്ഞതിന് ശേഷമുള്ള ഗോകുവും വെജിറ്റയും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ ടൂർണമെന്റ് ഓഫ് പവറിൽ അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്തും പിന്നീട് അത് മാസ്റ്റേർഡ് ചെയ്തും. എന്നാൽ ബ്രോലി മൂവിയിൽ സൂപ്പർ സൈൻ ബ്ലൂ വരെ മാത്രമേ നമ്മുടെ ഗോകു യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ നമ്മുടെ വെജിറ്റ എടുത്തു നോക്കിയാലോ ടൂർണമെന്റ് ഓഫ് പവറിലും ബ്രോലി മൂവിലൊക്കെ ആണെങ്കിലും സൂപ്പർ സൈൻ ബ്ലൂ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ബ്രോലി മൂവി കഴിഞ്ഞതിന് ശേഷം ഗോകുവും വെജിറ്റയും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ജയിക്കാൻ പോകുന്നത് നമ്മുടെ വെജിറ്റയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഗോകുവിന് അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറാൻ സാധിക്കുകയില്ലേ, പിന്നെ എങ്ങനെയാണ് വെജിറ്റ ജയിക്കുക എന്നത്. ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഗോകു ഇവിടെ ടൂർണമെന്റ് ഓഫ് പവറിൽ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറിയത് സ്പിരിറ്റ് ബോംബിന്റെ ഒരു ഹെൽപ്പ് കാരണമാണ്. ഇവിടെ ഗോകു വാസസ് വെജിറ്റ എന്നൊരു ഫൈറ്റ് നടക്കുമ്പോൾ ഗോകുവിന് അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറണമെങ്കിൽ സ്പിരിറ്റ് ബോംബ് പോലുള്ള ഒരു സംഭവം അവിടെ നടക്കണം. അതായത് കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോലി മൂവിയിൽ ഗോകുവും വെജിറ്റയും ആദ്യം തന്നെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെജിറ്റ ഗോകുവിനോട് ചോദിക്കുന്നു
കൊടുക്കുന്നുണ്ട്, നീ ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്ട് ഫോമിലേക്ക് മാറ്, അതിനുശേഷം നമുക്ക് ട്രെയിനിങ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഗോകു തന്നെ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിലേക്ക് മാറേണ്ടത് എന്ന് എനിക്ക് അറിയില്ല എന്ന്. അതിനുശേഷം ബ്രോലിയുമായിട്ടുള്ള ആ ഫൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും എവിടെയും നമ്മുടെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറുന്നുമില്ല. അതായത് നമ്മുടെ ഗോകു ഇപ്പോൾ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറിക്കഴിഞ്ഞാൽ അതെങ്ങനെ മാസ്റ്റേർഡ് ചെയ്യണമെന്ന് പുള്ളിക്കാരന് നല്ലതുപോലെ അറിയാം. പക്ഷെ എങ്ങനെയാണ് അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറേണ്ടതെന്ന് നമ്മുടെ ഗോകുവിന് അറിയില്ല. അത് നമ്മുടെ വിസ് കറക്റ്റായി ട്രെയിനിങ് ചെയ്ത് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോകുവിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയ മറ്റൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സൂപ്പർ സൈൻ ബ്ലൂ ആണ്. ഇതിൽ നമ്മുടെ ഗോകുവും വെജിറ്റയ്ക്കും സൂപ്പർ സൈൻ ബ്ലൂവിൽ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നുണ്ട്, അതാണ് കയോക്കിൻ ബ്ലൂവും അതുപോലെ തന്നെ ബ്ലൂ എവല്യൂഷനും. ഇവിടെ ബ്ലൂ എവല്യൂഷന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംശയം വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ വെജിറ്റ ബ്ലൂ എവല്യൂഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടൂർണമെന്റ് ഓഫ് പവറിലാണ്. എന്നാൽ നമ്മുടെ ബ്രോലി മൂവിയിൽ ഈ ഒരു ബ്ലൂ എവല്യൂഷൻ യൂസ് ചെയ്യുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സൂപ്പർ സൈൻ ബ്ലൂ എവല്യൂഷൻ. അത് നമ്മുടെ വെജിറ്റ ഫൈറ്റിൽ ഏറ്റവും അവസാനം മാത്രമേ യൂസ് ചെയ്യുകയുമുള്ളൂ. ഇവിടെ ബ്രോലിയും വെജിറ്റയും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിനിടയിലാണ് നമ്മുടെ ഗോകു വെജിറ്റയെ പിടിച്ച് ടെലിപ്പോർട്ട് ചെയ്ത് പിക്കലോയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. കുറച്ചു സമയം കൂടി ബ്രോലി വേഴ്സസ് വെജിറ്റ എന്ന ഒരു ഫൈറ്റ് കണ്ടിന്യൂ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റ എന്തായാലും ആ ഒരു ബ്ലൂ എവല്യൂഷൻ ഫോമിലേക്ക് മാറുമായിരുന്നു. ഇത് നിങ്ങൾക്കൊരു സംശയം വരണ്ട എന്ന് വെച്ചാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗോകുവിന്റെ കയോക്കിൻ ബ്ലൂവും അതുപോലെ തന്നെ വെജിറ്റയുടെ ബ്ലൂ എവല്യൂഷനും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്ന് ഞാൻ ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. കയോക്കിൻ എന്ന ടെക്നിക്ക് തന്നെ ഗോകുവിനെ അത്രയധികം പവർഫുൾ ആക്കുമെങ്കിലും ആ ഒരു ടെക്നിക്കിന് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ട്. എനർജി നല്ലതുപോലെ ഡ്രെയിൻ ആക്കും, ബോഡി പെയിൻ ഉണ്ടാക്കും, തുടങ്ങി പല കാര്യങ്ങളും നമുക്ക് കയോക്കിനെ കുറിച്ച് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കയോക്കിൻ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ ഗോകു പവർഫുൾ ആവുമെങ്കിലും പതിയെ ഗോകു വീക്ക് ആകാനും തുടങ്ങും. എന്നാൽ ബ്ലൂ എവല്യൂഷന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റ ഓൾറെഡി പവർഫുൾ ആവുകയും ഒരു നെഗറ്റീവ് വശം പോലും നമ്മുടെ ഈ ഒരു ബ്ലൂ എവല്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്ന ടോപ്പോയെ തന്നെ ഈ ഒരു ഫോം വെച്ച് നമ്മുടെ വെജിറ്റ ഡിഫീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ തന്നെ ബ്ലൂ എവല്യൂഷന്റെ കാര്യം ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ജയിക്കാൻ പോകുന്നത് നമ്മുടെ വെജിറ്റയാണ്. ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ അൾട്രാ ഇൻസ്റ്റിക്ട് വേഴ്സസ് അൾട്രാ ഈഗോ. ആദ്യം തന്നെ ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റും അതുപോലെ തന്നെ അൾട്രാ ഈഗോ എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഗോകുവും അതുപോലെ തന്നെ അൾട്രാ ഈഗോ വെജിറ്റയും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ഇവിടെ ജയിക്കാൻ പോകുന്നത് നമ്മുടെ ഗോകു ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകു ആദ്യമായി അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്ത് അത് പിന്നീട് മാസ്റ്റേർഡ് ചെയ്ത് അതിനുശേഷം പെർഫെക്റ്റ് ചെയ്ത് ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ പവർ മുഴുവനായും ഗോകുവിന്റെ ബോഡിയിൽ കൊണ്ടുവന്നു. അതിനുശേഷം അത് തന്റെ ട്രൂ ഫോം ആക്കി മാറ്റി, അതായത് തന്റേതായ രീതിയിൽ ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിനെ ഗോകു മാറ്റിയെടുത്തു. എന്നാൽ നമ്മുടെ വെജിറ്റ എടുത്തു കഴിഞ്ഞാൽ വെജിറ്റ ആണെങ്കിൽ ഈ ഒരു അൾട്രാ ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ആദ്യമായിട്ട് ഗ്രനോളയുടെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു അൾട്രാ ഈഗോ വെജിറ്റ മാസ്റ്റേർഡ് ചെയ്തിട്ടില്ല. അതായത് ഒരുപാട് സമയം ഈ ഒരു അൾട്രാ ഈഗോ വെജിറ്റയ്ക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ അത് കറക്റ്റായി എങ്ങനെ ബാലൻസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊന്നും വെജിറ്റയ്ക്ക് അറിയില്ല. ബീറോസ് ചെറിയൊരു കാര്യം മാത്രമേ വെജിറ്റയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതിൽ നിന്നാണ് വെജിറ്റ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറിയത്. അതായത് നമ്മുടെ ട്രൂ അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഉള്ളിടത്തോളം നമ്മുടെ വെജിറ്റയുടെ ഈ ഒരു അൾട്രാ ഈഗോ വെച്ച് നമ്മുടെ ഗോകുവിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചത് മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റ് വേഴ്സസ് അൾട്രാ ഈഗോ തമ്മിൽ ഫൈറ്റ് ചെയ്ത, അതായത് ടൂർണമെന്റ് ഓഫ് പവറിൽ നമ്മൾ ഗോകു യൂസ് ചെയ്ത ആ ഒരു മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റ് വേഴ്സസ് വെജിറ്റ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ഇവിടെ എന്തായാലും വെജിറ്റയാണ് ജയിക്കാൻ പോകുന്നത്. കാരണം ഗ്രനോള ഓൾറെഡി അൾട്രാ ഇൻസ്റ്റിക്റ്റിലുള്ള ഗോകുവിനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്തു. അതിനുശേഷം വെജിറ്റ ആയിട്ടുള്ള ഫൈറ്റിൽ വെജിറ്റ അൾട്രാ ഈഗോയിലേക്ക് മാറി ആ ഒരു കുറച്ച് സമയം വെജിറ്റ വേറെ ലെവലിലുള്ള ഫൈറ്റ് ആണ് അവിടെ ചെയ്തത്. ഗ്രനോളയ്ക്ക് ഒന്ന് അനങ്ങാൻ കൂടി അവിടെ വെജിറ്റ കൊടുത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെജിറ്റ ഈ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു അൾട്രാ ഈഗോ ഫോം കറക്റ്റായി മാസ്റ്റേർഡ് ചെയ്യാത്തത് കൊണ്ട് അതിന്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമ്മുടെ വെജിറ്റയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ വെജിറ്റ ഈ ഒരു അൾട്രാ ഈഗോ ഫോം മാസ്റ്റേർഡ് ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ ഗോകുവിന്റെ ട്രൂ അൾട്രാ ഇൻസ്റ്റിക്റ്റിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ പവർഫുൾ ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നാൽ ഇത് പറയുന്നതിനെ കൊണ്ട് വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം വെജിറ്റ ഈ ഒരു അൾട്രാ ഈഗോ മാസ്റ്റേർഡ് ചെയ്യുന്ന സമയത്ത് ഗോകു എന്തായാലും ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കും എന്താണെന്ന് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ മറക്കാതെ കമന്റ് ചെയ്യുക. ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡ്രാഗൺ ബോൾ കണ്ടു മനസ്സിലാക്കി എന്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം.